പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണി തന്റെ തീരുമാനം ഉറപ്പിച്ചു നിൽക്കുകയും എന്തായാലും അലിക വിട്ടു പോവുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ്. ഇതേസമയം ഫോൺ ചെയ്ത് കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ. 10 ലക്ഷം രൂപ എന്തായാലും നൽകണമെന്നും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന ചോദ്യം മുൻപിൽ ബാക്കിയാകുന്നു. കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? 10 ലക്ഷം രൂപ എങ്ങനെ തിരിച്ചു നൽകും എന്നുള്ള ചോദ്യവും ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മനോജ്. ഇതേ തുടർന്ന് ഇനി എങ്ങനെയാണ് ആ പൈസ അറേഞ്ച് ചെയ്യുക എന്ന് ചെന്ന് ചോദിച്ചിരിക്കുകയാണ് മനോജ് ധനലക്ഷ്മിയോട്. ഈ കാര്യങ്ങൾ കേട്ടതിനെ തുടർന്ന് ധനലക്ഷ്മിയാകെ ഞെട്ടിപ്പോവുകയും പൈസ എൻ്റെ കയ്യിലില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ബലരാമനോട് എന്തു പറയും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്ന ഇരുവരും കാര്യങ്ങളെല്ലാം ബലരാമൻ അറിഞ്ഞാൽ പൊട്ടിത്തെറിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ മതിയാകൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അത് ഉറപ്പ് തന്നെ ആണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ കൊണ്ടുവരികയാണ് ഇപ്പോൾ ധനലക്ഷ്മി. ഇതിൻ്റെ ഭാഗമായി കൺമണിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനമെടുക്കുന്നു. കൺമണിയെ ചെന്ന് കാണുന്ന ധനലക്ഷ്മി കൺമണിയോട് സഹോദരനെ രക്ഷിക്കാൻ കൺമണിക്ക് മാത്രമാണ് സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ കൺമണി അതിന് തയ്യാറാവുകയാണ്. ഈ ഘട്ടത്തിൽ വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ മനോജേട്ടൻ്റെ കുടുംബം വരെ തകർന്നു പോകും, അത് നീ മനസ്സിലാക്കണം. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ എന്തിനു മനസ്സിലാക്കണം എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണി. നിങ്ങൾക്കാണ് പൈസ നൽകിയത്, അതുകൊണ്ട് തന്നെ പൈസ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കേണ്ടത് നിങ്ങൾ കൂടിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഒരു വിട്ടുവീഴ്ച ചെയ്തുകൂടെ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയോട് ധനലക്ഷ്മി. പൈസ ചിലവായിപ്പോയി എന്നതാണ് സത്യം, അതുകൊണ്ട് തന്നെ നീ സഹായിച്ചേ മതിയാകൂ. മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാലാണ് ഞാനിപ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ധനലക്ഷ്മി. പൈസ കയ്യിൽ ഇല്ല, അതുകൊണ്ട് തന്നെ നീ സഹായിച്ചേ മതിയാകൂ. മറ്റൊന്നും ഈ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരിയാവുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ധനലക്ഷ്മിയോട് കൺമണി. ഇതോടെ ധനലക്ഷ്മിയാകെ പെട്ടുപോകുന്നു. ധനലക്ഷ്മി ആർത്തി കാണിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന കൺമണി, അതുകൊണ്ട് തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു. പിറ്റേന്ന് ബലരാമൻ മനോജിനെ ചെന്ന് കാണുകയും എവിടെയാണ് കൺമണി എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ എന്തു പറയണം എന്നറിയാതെ പകച്ചുപോയിരിക്കുകയാണ് ബലരാമൻ. മാത്രവുമല്ല, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ബലരാമൻ തൻ്റെ സഹോദരി ഇവിടെ ജോലിക്ക് വരാൻ തയ്യാറല്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോകുന്ന ബലരാമൻ എനിക്ക് നോ എന്ന് പറഞ്ഞ് കേട്ട് ശീലമില്ല എന്ന് അറിയിക്കുകയും ഇതേ തുടർന്ന് തല്ലുകയും ചെയ്തിരിക്കുകയാണ് മനോജിനെ.
ഓഫീസിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അടി വാങ്ങിച്ചത് മനോജിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. വളരെ മോശമായി കാര്യങ്ങൾ നീ ഇപ്പോൾ എന്നോട് ചെയ്യുന്നുണ്ട് എന്ന് ആരോപിക്കുന്ന ബലരാമൻ നിനക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ മനോജ് ആകെ ബലരാമന്റെ മുന്നിൽ നാണം കെട്ട് നിന്നു പോവുകയാണ്. മാത്രവുമല്ല, ഞാൻ നൽകിയ പൈസ എങ്ങനെയാണ് തിരികെ വാങ്ങേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന ബലരാമൻ മനോജിനെ വെറുതെ വിടുകയില്ല എന്ന ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.